morning to all. Welcome to Zodiac Academy. കഴിഞ്ഞ ജാനുവരി 6 നടന്ന JPHN ESI എക്സാമിന്റെ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് നടക്കുന്നത്. മൈസെൽഫ് രേഷ്മ MS. ഞാൻ സോഡിയാക് ഫാക്കൽറ്റി മെമ്പറാണ്. നമ്മുടെ കഴിഞ്ഞു പോയ JPHN എക്സാമും ഈ കഴിഞ്ഞ ESI എക്സാമിലും ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ സോഡിയാക്കിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് സോഡിയാക്കിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ സോഡിയാക്കിൽ നടക്കുന്ന സെസ് മോഡൽ എക്സാമിൽ നിന്ന് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് PSC എക്സാമിന് ചോദിച്ചു വരുന്നുണ്ട്. അതിൽ ഒരു ഫാക്കൽറ്റി എന്ന നിലയിൽ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ focal point for delivery of ICDS service. Option A, PHSC. Option B, CHSC. Option C, primary school. And option D, Anganwadi. Answer, option D, Anganwadi. എന്താണ് ICDS? ICDS means Integrated Child Development Service. ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത് 2 ഒക്ടോബർ 1975 അപ്പോ ഇതിന്റെ ഈ ഒരു സ്കീമിന്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് 0 to 6 ഇയർ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളും പ്രഗ്നന്റ് വുമൺ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ആണ്. ഈ മൂന്ന് ഗ്രൂപ്പാണ് ICDS സർവീസിന്റെ ബെനിഫിഷ്യറീസ്. ഓക്കെ, സോ ഫോക്കൽ പോയിന്റ് ICDS സർവീസിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് അംഗൻവാടിയാണ്. ഓക്കെ, അവിടെ സ്കീം പാക്കേജിൽ മെയിൻ ആയിട്ട് സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഉണ്ട്, പ്രീ സ്കൂൾ ഓർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ദെൻ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് ചെക്കപ്പ്, റവറൽ സർവീസ്, ഇത്രയാണ് ICDSന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓപ്ഷൻ A 1920, option B 1910, option C 1930 and option D 1950. Answer 1920 ആണ്. ഓക്കെ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഏതാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഓക്കെ, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ ഓണറബിൾ പ്രസിഡന്റ് ആണ്. ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ WHO? ഓപ്ഷൻ A, ബയോമെഡിക്കൽ കൺസെപ്റ്റ്, ഓപ്ഷൻ B, ecological concept, and option C, psychological concept, and option D, holistic concept. Answer, option D, holistic concept. നമുക്ക് ഹെൽത്തിനെ കുറിച്ച് WHO തന്നിട്ടുള്ള ഡെഫിനിഷൻ, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ and social well-being and not merely an absence of disease or infirmity എന്നാണ്. സോ നമുക്ക് ശരിക്കും ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു പേഴ്സന്റെ എല്ലാ തരത്തിലുമുള്ള കെയർ, മീൻസ് ഒരു നീഡ്, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് പ്രോബ്ലത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, മറ്റെല്ലാ തരത്തിലും ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി, സ്പിരിച്വലി എല്ലാ രീതിയിലും കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെയാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് WHO പ്രകാരം ഹെൽത്ത് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ഫോർത്ത് വൺ, a series of speech on selected subject by expert. Option A, workshop, option B, symposium, option C, group discussion, option C, group discussion, and option D, panel discussion. Answer, symposium. സിംബോസിയം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം ഒരു ലെക്ചർ ടൈപ്പ് മെത്തഡാണ് സിംബോസിയം. ഒരു 90 മിനിറ്റ്സിൽ അല്ലെങ്കിൽ 3 അവർ, ഏകദേശം 3 അവർ വരെ
കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ലെക്ചർ ടൈപ്പ് മെത്തഡാണ് സിംബോസിയം. ഓക്കെ, വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ ഉണ്ടാവും, സിംബോസിയത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഓക്കെ, മോർ ദാൻ 100 പീപ്പിൾ ഉണ്ടാവും സിംബോസിയത്തിൽ. ഓക്കെ, ഒരു സീരീസ് ഓഫ് സ്പീച്ച് ഓൺ സെലക്ടഡ് സബ്ജക്റ്റ് ആയിരിക്കും വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോറി, സെലക്ടഡ് സബ്ജക്റ്റ് ആണ് സിംബോസിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്, ഹോം വിസിറ്റ്, ഇമ്മ്യൂണൈസേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ബാക്ക് ടെക്നിക്. അതെപ്പോഴും വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ്. അതാണ് അതിന്റെ ആൻസർ ഹോം വിസിറ്റിംഗ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഹോം വിസിറ്റിംഗ് ബാക്ക് ബോൺ എന്ന് പറയുന്നതിന് കാരണം? മെയിൻ ആയിട്ട് നമ്മുടെ നഴ്സിംഗ് കെയർ വീട്ടിൽ ചെന്നിട്ട് ഡയറക്റ്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു ഹോം വിസിറ്റ് വഴി. ഒരു പബ്ലിക് ഹെൽത്ത് നഴ്സ് നേരിട്ട് ചെന്ന് കെയർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് ഒരു ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഡിസീസ് പ്രോബ്ലംസ് ഡയറക്റ്റ് പോയി ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് ഫർദർ കോംപ്ലിക്കേഷൻസ് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു ഡയറക്റ്റ് കെയർ കൊടുക്കുന്നത് കൊണ്ടാണ് ഹോം വിസിറ്റിനെ ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6th one, an example for total community. Option A, family. Option B, town. Option C, convent. And option D, city. Give answer. Option D, city. 7th question, the kingpin for the delivery of health care at the level of subcenter. Option A, female health worker. Option B, Anganwadi worker. And option C, medical officer. Option D, ASHA worker. And answer ഏതായിരിക്കും? ഓപ്ഷൻ എ, ഫീമെയിൽ ഹെൽത്ത് വർക്കർ. ഓക്കെ, നമുക്കറിയാം സബ് സെന്റർ എന്ന് പറയുമ്പോൾ ഒരു മോസ്റ്റ് പെരിഫറൽ ഹെൽത്ത് കെയർ സെന്റർ ആണ് നമുക്ക് സബ് സെന്റർ എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ പെരിഫറൽ ലെവൽ കെയർ സിസ്റ്റം between the primary first contact point between the primary health care system and the community, that is sub center. നമുക്കൊരു സബ് സെന്ററിൽ പ്രധാനമായിട്ടും കെയർ ഡെലിവറി ചെയ്യുന്നത് ഫീമെയിൽ ഹെൽത്ത് വർക്കർ മുഖേനയാണ്. ഓക്കെ, ദെൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഡീലിംഗ് വിത്ത് ലേബർ. ഓപ്ഷൻ എ, WHO. ഓപ്ഷൻ ബി, FRU. ഓപ്ഷൻ സി, ILO. And option D, ICDS. Okay, answer option C, ILO. That means International Labour Organization, that is ILO. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1919 1919. ഓക്കെ, നമ്മുടെ ലീഗ് ഓഫ് നേഷൻസിന്റെ അണ്ടറിൽ വന്നതാണ് ILO. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the combined and coordinated use of medical, social, educational, vocational measures for training and retraining the individual to the highest possible level functional activity. Option A, rehabilitation. Option B, holistic approach. Option C, comprehensive approach. And option D, disaster management. Answer option A, rehabilitation. Next question, Louis Pasteur is the father of supernatural theory. Option B, germ theory. Option C, epidemiological theory. And multi-factor theory. ഇടയ്ക്ക് ഒത്തിരി വട്ടം നമുക്ക് PSCയിലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലൂയിസ് പാസ്റ്റർ ഈസ് ഫാദർ ഓഫ്. ആൻസർ ജേം തിയറിയാണ്. ഓക്കെ, നമുക്ക് തിയറീസില് ഈ തിയറീസ് എല്ലാം തന്നെ ഈ കാണുന്ന ഓപ്ഷനിൽ പറഞ്ഞേക്കുന്ന എല്ലാ തിയറീസും ഡിസീസ് ഓഫ് കോസേഷൻ തിയറീസ് ആണ്, എപ്പിഡമിയോളജിയിൽ വരുന്ന. ഓക്കെ, അതിനകത്ത് തന്നെ 19th സെഞ്ചുറിയിലുള്ള തിയറിയാണ് സൂപ്പർ നാച്ചുറൽ തിയറി വരുന്നത്. ബാക്കി 20th സെഞ്ചുറിയിൽ വന്നതാണ്
മറ്റ് ഓപ്ഷൻസ്, അതായത് എപ്പിഡെമിയോളജിക്കൽ തിയറി, ജേം തിയറി, മൾട്ടി ഫാക്ടർ തിയറി, ഇതെല്ലാം തന്നെ 20th സെഞ്ചുറി തിയറീസ് ആണ്. ഓക്കെ, ലൂയിസ് പാസ്റ്റർ ഫാദർ ഓഫ് ജേം തിയറി എന്നറിയപ്പെടുന്നത് പോലെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നും അറിയപ്പെടുന്നു. ഹി ക്രിയേറ്റിംഗ് ദ പ്രോസസ് ഓഫ് പാസ്ചറൈസേഷൻ. ഓക്കെ, then next question, the question number 11, the mutual relationship between two people in which a trained person helps the other to make effective adjustment with himself and situations. Answer, counseling. Option C, counseling. Then ഇവിടെ കൗൺസിലിങ്ങും ഹെൽത്ത് എഡ്യൂക്കേഷനും റീഹാബ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്? ഇറ്റ്സ് എ പ്രൊഫഷൻ ഓഫ് എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അബൌട്ട് ഹെൽത്ത്. നമുക്ക് ആൾക്കാരെ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ്, നഴ്സസ്, അങ്ങനെ ആർക്ക് വേണോ അത് ചെയ്യാം. ഓക്കെ, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആള് സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന, അങ്ങനെ ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേര് തമ്മിലുള്ള. ഓക്കെ, അതാണ് കൗൺസിലിംഗ്. ദെൻ ഗൈഡൻസും കൗൺസിലിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കൗൺസിലിംഗ് ഒരു ട്രെയിൻഡ് പേഴ്സൺ കൊടുക്കുമ്പോൾ ഗൈഡൻസ് ആർക്ക് വേണം കൊടുക്കാം. ഇപ്പൊ പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ആർക്ക് വേണോ കൊടുക്കാം. അവിടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ് ഈ 3 ഏരിയ, അതായത് കൗൺസിലിംഗ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇന്റർനാഷണൽ എഫേർട്ട് ടു ഡിഫീറ്റ് ഹങ്കർ. ഓപ്ഷൻ എ FAO, ഓപ്ഷൻ ബി ILO, ഓപ്ഷൻ സി WHO, ഓപ്ഷൻ ഡി UNICEF. എന്താണ് ഇവിടെ ആൻസർ? FAO, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതായത് ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻ, ദാറ്റ് ഈസ് FAO, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1945-ലാണ്. ILO നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ WHO നമുക്ക് എല്ലാവർക്കും അറിയാം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948-ലാണ്. ദെൻ WHO ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കാറുണ്ട്, ജനീവ, സ്വിറ്റ്സർലൻഡ് ജനീവ, രണ്ടുമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ദെൻ ഓപ്ഷൻ ഡി എന്താണ്? യുണിസെഫ്. യുണിസെഫ് മീൻസ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്ത 1946 ആണ്. ദെൻ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂയോർക്കാണ്. Question number 13, a female health assistant is expected to cover a population of option A 2000, option B 1000, option C 5000, option D 20,000. Answer option D 20,000. Then for local self-government at block level, option A Jilla Parishad, option B Grama Sabha, option C municipality, option D Panchayat Samiti. Answer option D Panchayat Samiti. Local self-government at block level ആണ് പഞ്ചായത്ത് സമിതി. ഓപ്ഷൻ ഡിസ്ട്രിക്ട് ലെവൽ വരുമ്പോൾ ജില്ലാ പരിഷത്ത്. Then first contact point between the community and medical officer. Option A community health center, option B primary health center, option C Anganwadi, and option D Taluk hospital. Okay, നമ്മുടെ അതിന് വരുന്ന ആൻസർ ഓപ്ഷൻ ബി പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. നമുക്ക് സാധാരണ എന്താണ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയ എന്ന് പറയുന്നത് മെയിൻലി 3 ഏതൊക്കെയാണ്? സബ് സെന്റർ ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റർ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, അതിൽ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. മോസ്റ്റ് പെരിഫറൽ കോണ്ടാക്ട് പോയിന്റ് ബിറ്റ്വീൻ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സബ് സെന്റർ ആണ്. അപ്പൊ അവിടെ 2 ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് റെഫറൽ യൂണിറ്റ്. ഓക്കെ, റെഫറൽ യൂണിറ്റ് ഫോർ 6 സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. ഓക്കെ,
നെക്സ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ആൻസർ എല്ലാവർക്കും അറിയാം. ആൻസർ ഓപ്ഷൻ സി, സൊസൈറ്റി. Next one, a process that motivates people to adopt and sustain healthy behavior and lifestyle. Option A, behavioral change communication. Option B, counseling. Option C, interview. And option D, symposium. ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുന്ന ഒരു ഭാഗമാണ് ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷനും പിന്നെ IEC, അതായത് BCC ആൻഡ് IEC. ഓക്കെ, IEC എന്താണെന്നറിയാവോ? ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ബിഹേവിയർ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ് BCC എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ക്ലാസ്സുകളിൽ പറയാറുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ വരുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ രണ്ടും. ഇപ്പൊ കൗൺസിലിംഗ് ഓപ്ഷൻ ബി കിടക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഞാൻ പറഞ്ഞു, കൗൺസിലിംഗും ഗൈഡൻസും തമ്മിൽ ആണ്. കൗൺസിലിംഗും ഗൈഡൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ. BCC IEC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following are nutritional index? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ എന്താണ്? ഉള്ളി. ആദ്യത്തെ 1 weight for age, second one mid-arm circumference of age, and third one height for age, and fourth one weight for age. ഈ പറയുന്ന 4 ഫാക്ടേഴ്സും എന്താണ്? ന്യൂട്രീഷണൽ ഇൻഡെക്സിന്റെ ഫാക്ടർ എന്താണ്? അതിന്റെ ഘടകങ്ങളാണ്. സോ ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. Next question, the process of addition or subtraction of anything from the food which affect its nutritional value of unfair economic gain is called. Option A, adulteration. Option B, fortification. Option C, additives. And option D, preservation. Here answer എന്താണ്? ഓപ്ഷൻ എ, അഡൾട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോസസ് ഓഫ് ആഡിങ് മൈക്രോ ന്യൂട്രിയൻസ് ടു ഫുഡ് ആണ്. ഫുഡിലോട്ട് മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നതിനെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും. അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ദ സബ്സ്റ്റൻസ് ആഡഡ് ടു ഫുഡ് ടു പ്രിസർവ് ദ ഫ്ലേവർ. അപ്പോ അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അപ്പിയറൻസ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട്, ഫ്ലേവർ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നതിനെയാണ് അഡിറ്റീവ്സ് എന്ന് പറയുക. ദെൻ എന്താണ് പ്രിസർവേഷൻ? പ്രിസർവേഷൻ മീൻസ് ഫുഡ് പ്രോസസ്സിംഗ് പ്രാക്ടീസ് ആണ്. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെന്റിങ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം, ദാറ്റ് ഈസ് പ്രിസർവേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് 20, question number 20, as per bacteriological indicator, drinking water should be free from. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, ക്ലെബ്സിയെല്ല. ഓപ്ഷൻ ബി, ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ. ഓപ്ഷൻ സി, ഈക്കോളൈ. ആൻഡ് ഓൾ ഓഫ് ദ എബവ്. എന്ത് പേര് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം? ഓൾ ഓഫ് ദ എബവ് ആണ്. എന്താണ് ഇൻഡിക്കേറ്റർ ബാക്ടീരിയ ഓർ ബാക്ടീരിയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്? അതായത് ദാറ്റ് മീൻസ് ദ ടൈപ്പ് ഓഫ് ബാക്ടീരിയ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ലെവൽ ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ. അതാണ് ബാക്ടീരിയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോ പക്ഷെ അതെന്താണ്? നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ബാക്ടീരിയയുടെ പ്രസൻസ് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എല്ലാ ബാക്ടീരിയയും ഈ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് വൺ, question number 21, order in the filter box of slow and filter from top to bottom. Okay, option A, raw water, sand bed, coarse sand and filter bed. Raw water, filter bed, sand bed, coarse sand. Filter bed, coarse sand, sand bed, raw water. Filter bed, raw water, sand bed, coarse sand. ഇതിൽ ഓപ്ഷൻ എ, raw water, sand bed, coarse sand, filter. ആ ഒരു എന്താണ്? ആ ഒരു രീതിയിലാണ് നമ്മുടെ സ്ലോ ആൻഡ് ഫിൽറ്റർ ബോക്സ് പോകുന്നത്. ഓക്കെ, next question, which among the following is not a parameter of national
എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഓപ്ഷൻ എ particulate matter, ഓപ്ഷൻ ബി ഓസോൺ, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി lead. ഹിയർ ആൻസർ എന്താണ്? ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, നമ്മുടെ ഈ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് റിലീസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. നമ്മുടെ ഡേറ്റ് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 24 സിറ്റീസിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതില് നിലവിൽ വന്നത് ജാനുവരി 2016 ആണ്. Next question, organic substance settle down during the process of sewage treatment as sedimentation is called. Option A sludge, option B scum, option C sullage and option D sewerage. Answer option A sludge. അതായത് എന്താണ് സിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിവറേജ് മീൻസ് നമുക്കറിയാം എന്താണ് ഒരു മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മുടെ പ്രൊഡ്യൂസ്ഡ് ബൈ കമ്മ്യൂണിറ്റി ഓഫ്. ഓക്കെ, അത് നമ്മൾ സാധാരണ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്താണ് ഒരു സീവേജ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഡിസ്പോസ് ചെയ്യാറുള്ളൂ. അത് അവസാനം ആ ട്രീറ്റ്മെന്റിന് ശേഷം വരുന്ന ആ ഒരു സെഡിമെന്റിനെയാണ് ഇവിടെ സ്ലഡ്ജ് എന്ന് പറയുന്നത്. Then question number 24. National program to provide specialized and comprehensive health care to the senior citizen at various health care delivery system. Option A NOHP, option B NPCDCS, option C NPHCE, option D NVBDCP. ഇതിൽ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, NPHCE. എന്താണ് NPHCE? നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നിലവിൽ വന്നത് എന്തിനാണ്? നമ്മുടെ സീനിയർ സിറ്റിസണിന് കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ്. Question number 25. Taking out the stress of office on family members is an example of dash type of defense mechanism. Option A projection, option B displacement, option C denial and option D compensation. ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മിക്കവാറും നമുക്ക് എന്താണ് സൈക്യാട്രിയിലെ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെ ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. Then 26. Athlete foot is infection between toes of foot caused by option A fungus, option B virus, bacteria and parasite. ആൻസർ എന്തായിരിക്കും? അത്ലറ്റിക് ഫൂട്ട് അല്ലെങ്കിൽ ടീനിയ പെഡിസ് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. ഓക്കെ, then next question, example for anaerobic exercise. Option A running, B swimming, C yoga, D weight lifting. എന്താണ് എയറോബിക് ആൻഡ് അനൈറോബിക് എക്സസൈസ്? അനൈറോബിക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ that is the activity that break down glucose for energy without using oxygen. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ വരുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. ഓക്കെ, ഓക്സിജന്റെ യൂസ് ഇവിടെ വരുന്നില്ല. എന്നാൽ എയറോബിക് എന്ന് പറഞ്ഞാൽ മിക്കവാറും കാർഡിയോ വെസ്കുലാർ കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സസൈസിനെയാണ് എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, മേലിലും എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ബോഡി പ്രൊഡ്യൂസിങ് എനർജി വിത്ത് ദ യൂസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, നമുക്ക് സാധാരണ
കുറച്ച് സമയം നീണ്ടു നിന്ന് നമുക്ക് കുറച്ച് സമയത്തേക്ക് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും എയറോബിക് എക്സസൈസ് ആണെങ്കിൽ. ഓക്കെ, മറ്റുള്ള ഓപ്ഷൻസ് എല്ലാം, അതായത് റണ്ണിങ്ങും സ്വിമ്മിങ്, യോഗ, അതെല്ലാം തന്നെ എയറോബിക് എക്സസൈസ് ആണ്. Total volume of blood in a normal adult human being. Option A 3 to 4 liter, 5 to 6 liter, 8 to 10 liter and 11 to 12 liter. ഇത് കോമൺ ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എല്ലാവർക്കും അറിയാം. എത്രയായിരിക്കും? 5 to 6 liter. Which gland is the human body is called master gland? പാൻക്രിയാസ്, തൈറോയിഡ്, പിറ്റ്യൂട്ടറി, ലിവർ. ഏതായിരിക്കും ആൻസർ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. എന്തുകൊണ്ടാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് മെനി അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ എല്ലാം തന്നെ ഫങ്ഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് ആര്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതുകൊണ്ടാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പയോറിയ ഈസ് ദ ഡിസീസ് ഓഫ് nose, gum, heart, lung. Answer option B, gum. Okay, pyorrhea അല്ലെങ്കിൽ periodontal disease ആണ്. This is a serious gum infection that damage gum and destroy the bone. Okay, jaw bone. That is periodontal disease. It's otherwise known as pyorrhea. Periodontal disease ന് ഒരു 3 സ്റ്റേജ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Question number 31. Which among the following is an essential amino acid? ന്യൂട്രീഷൻ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ കുറേ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സോഡിയാക്കിന്റെ സെസ് സീരിയസ് എക്സാം നടത്തുന്നതിൽ അല്ലെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിലൊക്കെ പലപ്പോഴും വരാറുള്ളത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് തന്നെ സ്റ്റുഡൻസിന് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അവർക്ക് മിക്കവാറും സോഡിയാക്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് പലപ്പോഴും ഈ യൂണിറ്റ് ടെസ്റ്റുകൾ കൂടെ തന്നെ അവർക്ക് ഏകദേശം ഒരു 80% കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അതിൽ കൂടുതൽ ഏകദേശം എല്ലാം തന്നെ നമുക്ക് ഞങ്ങളിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം, അതായത് ഈ എസെൻഷ്യൽ ന്യൂട്രീഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, എസെൻഷ്യൽ അമിനോ ആസിഡ് which among the following is an essential amino acid? ഓക്കെ, എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ്? നമുക്ക് നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് കാനോട്ട് മെയ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, അത് നമ്മൾ ഫുഡിൽ കൂടെ തന്നെ കഴിക്കണം. ഫുഡിൽ കൂടെ തന്നെ നമുക്ക് ബോഡിയിൽ അത് കിട്ടണം. ഓക്കെ, അങ്ങനെ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, ദെൻ മെത്തിയോനിൻ, പിന്നെന്താണ് ട്രിപ്റ്റോഫാൻ, വാലിൻ, അങ്ങനെ കുറെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ ഏതാണ്? ലൂസിൻ ആണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ICMR recommended daily requirement of protein for an infant. ICMR എന്താണ്? ICMR Indian Council of Medical Research, that is ICMR. ഡെയിലി റിക്വയർമെന്റ് ഓഫ് പ്രോട്ടീൻ ഫോർ ആൻ ഇൻഫന്റ് എന്ന് പറയുന്നത് ഇവിടെ ആൻസർ 1.16 gram per kg ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is not a rich source of dietary fibers? വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സിട്രസ് ഫ്രൂട്ട്സ്, ക്യാരറ്റ്, റെഡ് മീറ്റ്, ഹോൾ വീറ്റ് ഫ്ലോർ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ആൻസർ എന്തായിരിക്കും? റെഡ് മീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെല്ലഗ്ര ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ്. എന്താണ് പെല്ലഗ്ര? പെല്ലഗ്ര ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അതായത് ഏത് വൈറ്റമിൻ എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പിറിഡോക്സിൻ, നിയാസിൻ, ഫൊളൈറ്റ് ആൻഡ് തയാമിൻ. ആൻസർ ഓപ്ഷൻ ബി, നിയാസിൻ ആണ്. ഓക്കെ, നിയാസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? വൈറ്റമിൻ B3.
വൈറ്റമിൻ B3 ആണ് നിയാസിൻ എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടിട്ടാണ് പെല്ലഗ്ര ഉണ്ടാകുന്നത്. ഓക്കെ, പെല്ലഗ്രയെ നമുക്ക് 3Ds എന്ന് പറയും. 3Ds എന്താണ്? ഡിമൻഷ്യ, ഡയേറിയ ആൻഡ് ഡെർമറ്റൈറ്റിസ്. അതാണ് ഈ പെല്ലഗ്രയുടെ 3 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഫേറ്റൽ ആയിരിക്കും അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ സിംറ്റം ഓഫ് കോളറ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കോളറയുടെ എന്താണ്, നമുക്കിപ്പോൾ ഞങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറെന്റ്, അതായത് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, നമുക്ക് സ്റ്റൂളിന്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ്, എത്ര കളേഴ്സ്, അങ്ങനെ അതായത് മീൻസ് ഗ്രീൻ കളേർഡ് സ്റ്റൂൾ എന്താണ്, ബ്ലഡി സ്റ്റൂൾ എന്താണ്, പീ സൂപ്പ് സ്റ്റൂൾ, ഇങ്ങനെ ഒരു കുറച്ച് നോട്ട് അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിന് പെട്ടെന്ന് അത് മനസ്സിലാവും. അതുപോലെ തന്നെ യൂറിൻ കളർ ചേഞ്ചസ് അതും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഏതായിരിക്കും കോളറയുടെ ടിപ്പിക്കൽ സിംറ്റം എന്ന് പറയുന്നത്? റൈസ് വാട്ടർ സ്റ്റൂൾ ആണ്. ഓക്കെ, ഗ്രീൻ കളർ സ്റ്റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് മെക്കോണിയം ഗ്രീൻ കളർ സ്റ്റൂൾ ആണ്. ദെൻ പീ സൂപ്പ് എന്ന് പറയുമ്പോൾ ടൈഫോയിഡ്. ഓക്കെ, ബ്ലഡി സ്റ്റൂൾ വരുന്നത് എന്താണ്? ഡിസെൻട്രിയില്. ഓക്കെ, then the best method of disposal of hospital waste. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എല്ലാവർക്കും അറിയാം, ഇൻസിനറേഷൻ ഓർ ബേണിംഗ്. The causative organism of chikungunya. Malarial parasite, Salmonella typhi, Shigella, Aedes aegypti. Answer ഓപ്ഷൻ ഡി, Aedes aegypti. സാധാരണ ഈഡിസ് ഈജിപ്തി ആണ് എന്താണ് യെല്ലോ ഫീവർ മൊസ്കിറ്റോ എന്നാണ് അറിയപ്പെടുക. നമുക്ക് സാധാരണ ഡെങ്കു, ചിക്കൻ ഗുനിയ, സിക്ക ഫീവർ, യെല്ലോ ഫീവർ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈഡിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് മംസ്. മംസിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, മീസിൽസ്, ദെൻ ഇൻഫ്ലുവൻസ, ഇതിന്റെ എല്ലാം ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇൻക്യുബേഷൻ പീരീഡ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ മംസ്, പിന്നെ ചിക്കൻ പോക്സ്, മീസിൽസ്, ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ മംസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 14 to 21. ദെൻ മലേറിയ ഈസ് ട്രീറ്റഡ് ബൈ പാരസെറ്റമോൾ, ക്ലോറോക്വിൻ, ആംപിസിലിൻ, ആസ്പിറിൻ. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, ക്ലോറോക്വിൻ ഫോസ്ഫേറ്റ്. ഓക്കെ, ഈ ക്ലോറോക്വിൻ മലേറിയക്ക് അല്ലാതെ വേറൊരു ഡിസീസിന് കൂടി കൊടുക്കാറുണ്ട്. ഏതായിരിക്കും? അമീബിയാസിസിനും കൂടെ കൊടുക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിഡോവിഡിൻ ഈസ് വൺ ഓഫ് ദി ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ആസ്മ, ഡയബറ്റിസ്, ഫീവർ, എയ്ഡ്സ്. നമുക്കറിയാം അതെ ആർക്കാണ് കൊടുക്കുന്നത്? സിഡോവിഡിൻ സാധാരണ കൊടുക്കുന്നത് ആർക്കാണ്? എയ്ഡ്സ് പേഷ്യന്റിനാണ്. ദെൻ wounds caused by moist heat, burns, scalds, blisters, sunburn. മോയിസ്റ്റ് ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന വൂണ്ട് ഏതാണ്? സ്കാൽഡ് ആണ് ആൻസർ. ഓക്കെ, സ്കാൽഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ സ്ലോ ഹീലിംഗ് ബേൺസ് ആണ്. മോയിസ്റ്റ് ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ലോ ഹീലിംഗ് ബേൺസ് ആണ് എന്ത്? സ്കാൽസ്. ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ എന്താണ്? ബബിൾസ് ആണ്. സ്കിന്നിൽ നമുക്ക് സിറം ഫിൽഡ് ആയിട്ടുള്ള ബബിൾസ് ആണ് എന്ത്? ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കൂടുതലും ഫ്രിക്ഷൻ കൊണ്ടോ ബേൺസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡാമേജ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ബ്ലിസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനഫിലാറ്റിക് ഷോക്ക് ഈസ് കോസ്ഡ് ബൈ അലർജിക് റിയാക്ഷൻ, ഹേർട്ട് പ്രോബ്ലം, ഇൻഫെക്ഷൻ, സിവിയർ ബ്ലീഡിംഗ്. അനഫിലാറ്റിക് ഷോക്ക് സാധാരണ എന്തുകൊണ്ടാണ് ഉണ്ടാകാറുള്ളത്? അലർജിക് റിയാക്ഷൻ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. സാധാരണ ഇറ്റ് ഒക്കർ വിത്തിൻ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ് ഓഫ് എക്സ്പോഷർ ടു അലർജൻസ്. നമുക്ക് അലർജൻസുമായിട്ട് നമ്മൾ എക്സ്പോഷർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റുകൾക്കകം റിയാക്ഷൻ ഉണ്ടാകുന്നു. സാധാരണ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? സ്കിൻ റാഷസ് ഉണ്ടാകും, നോസിയ, വൊമിറ്റിംഗ്, പിന്നെ എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതാണ്. സിവിയർ കേസിലോട്ട് പോകുമ്പോൾ ഷോക്കിലോട്ട് പോകാൻ ചിലപ്പോൾ ഡെത്ത് വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ലിപ്സ് ആൻഡ് ഫിംഗേഴ്സ്. എറിത്തീമ, സൈനോസിസ്, കൺവേർഷൻ, ക്ലബിംഗ്. ഇതിന്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്. ആൻസർ ഓപ്ഷൻ ബി, സൈനോസിസ്. സൈനോസിസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് സൈനോസിസ് ഉണ്ട്. ഏതൊക്കെയാണ്? സെൻട്രൽ സൈനോസിസ് ഉണ്ട്, പെരിഫറൽ സൈനോസിസ് ഉണ്ട്.
പെരിഫറൽ സൈനോസിസ് എന്താണ്? നമ്മുടെ പാംസ് ആൻഡ് സോളിനൊക്കെ മാത്രം ഉണ്ടാകുന്ന സൈനോസിസ്. ഇപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ അബ്ഗാസ് സ്കോർ ഒരിക്കലും നമുക്ക് എന്താണ് 10 ആണ് ടോട്ടൽ സ്കോർ എന്ന് നിങ്ങൾക്കറിയാം. അതിൽ 9 ഒക്കെ കിട്ടാറുള്ളൂ. കാരണം എന്താണ്? ഈ പെരിഫറൽ സൈനോസിസ് ഉള്ളത് കൊണ്ട് ആ ഒരു പോയിന്റ് അവിടെ കുറയും. പക്ഷെ അത് നോർമലാണ്. ഓക്കെ. സെൻട്രൽ സൈനോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ലിപ്സ്, ചെസ്റ്റ്, ടങ്ക് അതിനൊക്കെ ഉണ്ടാകുന്ന സൈനോസിസ് ആണ് സെൻട്രൽ സൈനോസിസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Drug used to control high blood pressure. Antacid, antibiotics, analgesics, antihypertensive. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആന്റി ഹൈപ്പർടെൻസീവ്. Then abbreviation QID. 4 times daily, 3 times daily, 2 times daily and 1 time daily. QID എന്ന് പറയുമ്പോൾ 1 times daily. Then 1 ml is equal to എത്ര ഡ്രോപ്സ് ആണ്? 15 ഡ്രോപ്സ് ആണ്. 1 ml 15. മിനിംസ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രോപ്സ്. ഓക്കെ. 1 ml ഈക്വൽ ടു 15 ഡ്രോപ്സ്. നമ്മൾ ഡ്രോപ്പ് ഫാക്ടർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 ഡ്രോപ്സ് ആണ്. Then drugs that destroy growth of microorganism. മൈക്രോഓർഗാനിസം ഡിസ്ട്രോയ് ചെയ്യുന്ന ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഡ്രഗ്സ് എന്താണ്? അനാൽജസിക്സ്, ആന്റിഎമിറ്റിക്സ്, ആന്റിബയോട്ടിക്സ്, ആന്റിപൈററ്റിക്സ്. എന്റെ ആൻസർ എന്താണ്? ആന്റിബയോട്ടിക്സ്. Then angle of insertion of subcutaneous injection 45, 25, 50, 90. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആംഗിൾ 45 ആണ്. പക്ഷെ 90 നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ കുറച്ച് എന്താണ് ഏറ്റവും ബെസ്റ്റ് 45 ആണ്. ദെൻ 15 ഡിഗ്രി ID ആണ്, ഇൻട്രാഡെർമൽ കൊടുക്കുന്നു. പിന്നെ കറക്റ്റ് 90 എന്ന് പറയുമ്പോൾ നമുക്ക് 90 മസ്കുലർ IM ഇഞ്ചക്ഷൻ ആണ് ശരിക്കും പ്രോപ്പർ 90 വരുന്നത്. ദെൻ 1 pint ഈസ് ഈക്വൽ ടു 1 pint എത്രയാണ്? 500 ml. അത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ഫൗണ്ടേഷനകത്ത് നിന്ന്, ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. അതിനകത്ത് നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഈ കുറെ അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 50. The substance that stimulate the production of antibody. Antigen, chemicals, plants, vitamins. ഏതാണ് ആൻസർ? ആന്റിജൻ. ഓക്കെ. ആന്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോറിൻ ബോഡി സബ്സ്റ്റൻസ് ആണ്. അതെന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആന്റിബോഡി ഉണ്ടാകുന്നത്. ഓക്കെ. Next question. BCG vaccine is giving against measles, yellow fever, tuberculosis, polio. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, ട്യൂബർകുലോസിസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ BCG വാക്സിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. BCG വാക്സിൻ ഷുഡ് ബി ഗിവൺ IM, ID, subcutaneous, intravenous. ഓക്കെ. BCG വാക്സിൻ ID ആണ്, അറിയാലോ. അത് നമുക്ക് ഇൻട്രാഡെർമൽ ആയിട്ടാണ് നമ്മൾ BCG വാക്സിൻ കൊടുക്കാറുള്ളത്. 0.1 ml ആണ് കൊടുക്കുന്നത്. Then most effective essential method of sterilization in hospital. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് സ്റ്റെറിലൈസേഷൻ ഏതാണ്? ഏറ്റവും നല്ലത് ഓട്ടോക്ലേവിംഗ് ആണ്. ഓക്കെ. ഓട്ടോക്ലേവിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈ പ്രഷർ സ്റ്റീം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 121 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവിങ്ങിന് വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 54. സ്പ്യൂട്ടം കളക്ഷൻ ഈസ് മെയിൻലി ടു ടെസ്റ്റ് ട്യൂബർകുലോസിസ്, പോളിയോ, ചിക്കൻ പോക്സ്, ആസ്മ.
നമുക്ക് സാധാരണയായിട്ട് നമ്മൾ സ്പ്യൂട്ടം കളക്ട് ചെയ്യുന്നത് ട്യൂബർക്യുലോസിന് വേണ്ടിയാണ്. ആൻസർ ഓപ്ഷൻ എ ട്യൂബർക്യുലോസിസ്. എത്ര സാമ്പിൾ കളക്ട് ചെയ്യും? ടോട്ടൽ 3 സാമ്പിൾ കളക്ട് ചെയ്യും. ഫസ്റ്റ് സാമ്പിൾ ഏർലി മോർണിംഗ് ആയിരിക്കും, അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ എഴുന്നേറ്റാക്കിലേ നമ്മൾ സാമ്പിൾ എടുക്കുന്നു. എന്നാൽ മാത്രമേ ആ ബാക്ടീരിയൽ ലോഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെയുള്ള 2 സാമ്പിൾ എന്ന് പറയുന്നത് 8 തൊട്ട് 24 മണിക്കൂറിനകത്ത് ആ ഒരു ഇന്റർവെല്ലിലായിരിക്കും എടുക്കുക. നെക്സ്റ്റ് question number 55. System for maintaining vaccines at the recommended temperature. Vaccine storage, store in a refrigerator, cold chain, ice chain. ഏതായിരിക്കും ആൻസർ? കോൾഡ് ചെയിൻ ആണ് ആൻസർ. നമുക്കറിയാം എന്താണ് വാക്സിൻസ്, അതായത് എന്താണ് ഇതിനകത്ത് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് വാക്സിൻ ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അതായത് കോൾഡ് റൂംസ്, ഫ്രീസേഴ്സ്, കോൾഡ് ബോക്സ്, വാക്സിൻ കാരിയർ, ഇതൊക്കെയാണ് ഇതിനകത്ത് ഈ കോൾഡ് ചെയിനകത്ത് വരുന്നത്. Question number 56. Calorie requirement for infants for 24 hours. Option A 100 to 120, 80 to 100, 90 to 110, 80 to 90. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ആൻസർ 100 to 120 ആണ്. 120 കിലോ കാലറീസ് പെർ kg. Malnutrition caused by deficiency of dietary protein. Option A marasmus, kwashiorkor, marasmic kwashiorkor and growth failure. ഏതായിരിക്കും ആൻസർ? നമ്മുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനകത്ത് വരുന്നതാണ് മരാസ്മസ് ആൻഡ് kwashiorkor. അതിനകത്ത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് kwashiorkorum, പ്രോട്ടീൻ ആൻഡ് എനർജി ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത് മരാസ്മസുമാണ്. ഓക്കെ, നമുക്ക് എഡിമയായിട്ട്, അതായത് എഡിമാറ്റസ് ആയിട്ട് കുട്ടിയെ കാണപ്പെടുന്നത് kwashiorkorലും ഒത്തിരി ലീനായിട്ട് കാണുന്നത് മരാസ്മസിലുമാണ്. ഓൾഡ് മാൻ അപ്പിയറൻസ്. ഫ്ലാറ്റ് സൈൻ ഉണ്ടാകുന്നത് kwashiorkorലാണ്. പിന്നെന്താണ് ഡിഫറൻസ്? ഒറേഷ്യസ് ആപ്പിറ്റേറ്റ് ഉണ്ടാകുന്നത് മരാസ്മസിലാണ്. ഓക്കെ, അങ്ങനെ കുറച്ച് ഡിഫറൻസുകളുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ question number 58. Incubation period of poliomyelitis. ഓക്കെ, ഇൻക്യുബേഷൻ പീരീഡ് സാധാരണ 7 to 10 days എന്ന് പറയുമെങ്കിലും അതിൻ്റെ ഒരു റേഞ്ച് 4 to 35 ആണ്. ഓക്കെ, ഹിയർ ആൻസർ 5 to 35. സോ ആൻസർ എന്ന് പറയുന്നത് 5 to 35 ആണ്. റേഞ്ച് പറയുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, ഈ പോളിയോമൈലൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? എൻജറോ വൈറസ് ആണ്. ഏത് ഫാമിലിയാണ്? പൈക്കോർണ വൈറിഡെ ഫാമിലിയാണ്. Question number 59. Inflammation of lower respiratory passage with a severe obstruction at the level of bronchioles. Option A bronchitis, option B asthma, option C bronchiolitis and option D pneumonia. ലോവർ, അതായത് നമ്മുടെ സിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കും. എന്താണ് ലോവർ റെസ്പിറേറ്ററി പാസേജ് ആണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, അതായത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത് ബ്രോങ്കിയോൾസിലാണ്. സോ കണ്ടീഷൻ ഏതാണ് ആൻസർ വരുന്നത്? ബ്രോങ്കിയോലൈറ്റിസ്. സാധാരണ 3 months to 3 year ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആണ് കാണുക. ബ്രോങ്കിയോലൈറ്റിസിന്റെ കോസറ്റീവ് ഓർഗാനിസം മെയിൻലി റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് ആണ്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് റൈബാവിറിൻ ആണ്. എയറോസോൾ മെത്തഡ് ആണ് കൊടുക്കാറുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാറ്ററൽ കർവേച്ചർ ഓഫ് സ്പൈൻ ഫ്രം മിഡ് ലൈൻ. കൈഫോസിസ്, സ്കോളിയോസിസ്, ലോർഡോസിസ്, ടാലിപ്പസ്. ഇതിൽ ആദ്യത്തെ 3 ഓപ്ഷൻ, അതായത് എ ബി സിയും നമ്മുടെ എന്താണ് പോസ്റ്റർ അബ്നോർമാലിറ്റി ആണ്. ടാലിപ്പസ് എന്ന് പറയുന്നത് ഓർത്തോ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ലാറ്ററൽ കർവേച്ചർ, അതായത് എസ് ഷേപ്ഡ് ആണ്. അപ്പൊ എസ് ഫോർ ആ സ്കോളിയോസിസ് എന്ന് ഓർക്കാം. ഓക്കെ, അപ്പൊ കൈഫോസിസ് എന്തായിരിക്കും? ഹംബാക്ക്. ഓക്കെ, നമ്മുടെ തൊറാസിക് സ്പൈനിന്റെ കർവേച്ചർ ആണ് കൈഫോസിസ്. ലോഡോസിസ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയിൽ കാണുന്ന ഇൻവേർഡ് കർവേച്ചർ ആണ്.
ടാലിപ്പസ് എന്ന പോയിന്റ് പലപ്പോഴായിട്ട് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ടാലിപ്പസ് ഇക്വിനോസ് വാരസ് ക്ലബ് ഫൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ പീഡിയാട്രിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോൺ സർജിക്കൽ മെത്തഡ് ഓഫ് ക്ലബ് ഫൂട്ട്, പോൺസെറ്റി മെത്തഡ്, അതൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഡെഫിഷ്യൻസി ഓഫ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ, ഡയബറ്റിക് മെലൈറ്റിസ്, ഡയബറ്റിക് ഇൻസിപ്പിഡസ്, കുഷിംഗ് സിൻഡ്രോം, ഫിയോക്രോമോസൈറ്റോമ. ഏതായിരിക്കും ആൻസർ? ആന്റി ഡയൂററ്റിക് ഹോർമോൺ ADH. ADHന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. കുഷിംഗ് സിൻഡ്രോം എന്താണ്? നമുക്ക് സാധാരണയായിട്ട് ഹൈ കോർട്ടിസോൺ ലെവൽ, നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൺ ലെവൽ ഹൈ ആകുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് കുഷിംഗ് സിൻഡ്രോം, അതർവൈസ് നോൺ ആസ് ഹൈപ്പർ കോർട്ടിസോളിസം. ഓക്കെ, ഡയബറ്റിക് മെലൈറ്റിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫിയോക്രോമോസൈറ്റോമ എന്താണ്? എ റയർ ട്യൂമർ ഓഫ് അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഫിയോക്രോമോസൈറ്റോമ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ചൈൽഡ് റൈറ്റ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു ഹസാർഡസ് വർക്ക് ആൻഡ് റൈറ്റ് ടു ഹെൽത്ത്. ആൻസർ റൈറ്റ് ടു ഹസാർഡസ് വർക്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ഹോർമോൺ കോസിംഗ് പ്യൂബർട്ടി ഇൻ adolescent male. ടെസ്റ്റോസ്റ്റിറോൺ, സെറട്ടോണിൻ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ഏതായിരിക്കും ആൻസർ? മെയിൽസിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണും ഫീമെയിൽസിലാണെങ്കിൽ ഈസ്ട്രോജനും ആണ് പ്യൂബർട്ടിക്ക് കാരണമായിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്യുന്ന എന്നുള്ള ആ ഒരു ഭാഗമാകുമ്പോഴാണ് ശരിക്കും എന്താണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഈ ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺസ് റിലീസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ടെസ്റ്റിസിനെയും ഓവറീസിനെയൊക്കെ അഫക്ട് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ. Next one, 64. One of the following is not an adolescent girls welfare program. KSY, SABLA, SABLA, and RMNCHA, NPOP. എന്താണ് ഇതൊക്കെ? KSY ആൻസർ വരുന്നത് NPOP ആണ്. എന്താണ് NPOP എന്ന് പറയുന്നത്? നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ. അതൊരിക്കലും അഡോളസൻസ് ഗേൾസ് വെൽഫെയർ പ്രോഗ്രാം അല്ല. ബാക്കി മൂന്നും അഡോളസന്റ് വെൽഫെയർ പ്രോഗ്രാം ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ KSY. എന്താണ് KSY? കിഷോരി ശക്തി യോജന. നമ്മുടെ അഡോളസന്റ് ഗേൾസിന്റെ എംപവറിന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാം ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഷബ്ല, അതായത് രാജീവ് ഗാന്ധി സ്കീം ഫോർ എംപവർമെന്റ് ഓഫ് അഡോളസന്റ് ഗേൾസ്. അത് ആ സ്കീമുമായിട്ട് ചേർന്ന് വരുന്നതാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ സി RMNCHA, അതായത് റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ നിയോനേറ്റൽ ആൻഡ് ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഹെൽത്ത്, അതാണ് RMNCH എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ മൂന്നും എന്താണ് അഡോളസൻസ് ഗേൾസ് വെൽഫെയർ പ്രോഗ്രാം ആണ്. കമ്മ്യൂണിറ്റിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. Then relation of the fetal head and limb to its trunks is known as. ഒബിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒബിന്ന് വരുന്ന കുറെ ഇമ്പോർട്ടന്റ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഈ ESIയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. റിലേഷൻ ഓഫ് ദ ഫീറ്റൽ ഹെഡ് ആൻഡ് ലിംബ് ടു ഇറ്റ് ട്രങ്ക്. എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ പ്രസന്റേഷൻ, ലൈ, ഡിനോമിനേറ്റർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഹിയർ ആൻസർ ആറ്റിറ്റ്യൂഡ് ആണ്. ഫീറ്റൽ ഹെഡും ലിംസും, ഫീറ്റൽ ഹെഡ് ആൻഡ് ലിംസിന് ബോഡിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പ്രസന്റേഷൻ നമുക്കറിയാം, ഫീറ്റസിന്റെ ഏത് ബോഡി പാർട്ടാണ് ബർത്ത് കനാലിൽ കൂടി വരുന്നത്, ദാറ്റ് ഈസ് പ്രസന്റേഷൻ. ആർബിറ്ററി ബോണി പോയിന്റ് ആണ് എന്ത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഓരോ പ്രസന്റേഷനും അതിൻ്റെതായ ഡിനോമിനേറ്റർ ഉണ്ട്. ഇപ്പൊ ഓസിഫിറ്റ്, സേക്രം, മെന്റം, അങ്ങനെ. ഓക്കെ,
Next one, sinking to fetus into lower pole of the uterus is known as pacturation, then dystocia, lightening, quickening. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, ലൈറ്റനിങ്. ഓക്കെ, അതായത് ഡ്രോപ്പ് ഇൻ ദ ലെവൽ ഓഫ് യൂട്രസ് എന്താണ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി. ഓക്കെ, ദെൻ ക്യുക്കണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയ്ക്ക് കുഞ്ഞിന്റെ അനക്കം കിട്ടുന്നത്, അതാണ് ക്യുക്കണിങ്. അതിന്റെ എത്ര വീക്സിലാണ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസ്റ്റോഷ്യ എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് ലേബർ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ലേബർ. നെക്സ്റ്റ് വൺ, ലെവൽ ഓഫ് യൂട്രസ് അറ്റ് 24th വീക്ക് ഓഫ് പ്രഗ്നൻസി. ലെവൽ ഓഫ് അംബ്ലിക്കസ്, ലെവൽ ഓഫ് സിഫിസ്റ്റേണം, ലെവൽ ഓഫ് സിംഫസിസ് പ്യൂബിസ്, മിഡ്വേ ബിറ്റ്വീൻ സിംഫസിസ് പ്യൂബിസ് ആൻഡ് അംബ്ലിക്കസ്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിലെ ആൻസർ എന്താ വരിക? ലെവൽ ഓഫ് അംബ്ലിക്കസ് ആണ് 24th വീക്കിൽ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. DME ഗ്രേഡ് 2ന്റെ നാസസ് ഗ്രേഡ് 2 എക്സാമിനിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏകദേശം 12th വീക്ക് ആവുമ്പോൾ എന്താണ്, ജസ്റ്റ് പ്യൂബിക് ബോണിന്റെ മുകളിലായിട്ട് വരും. പിന്നെന്താണ് 14 to 16 വീക്ക് ആകുമ്പോൾ അംബ്ലിക്കസിന് തൊട്ട് താഴെ. 24 വീക്ക് ആകുമ്പോൾ എന്താണ് ഒരു അംബ്ലിക്കസിന്റെ ഒരു ലെവലിന് കുറച്ച് മുകളിലായിട്ട് വരും, ലെവൽ ഓഫ് അംബ്ലിക്കസ്. ദെൻ 36 to 38 വീക്സ് ആകുമ്പോൾ അല്പം സ്റ്റേണത്തിന്റെ അണ്ടറിലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ഒരു ദെൻ 40 വീക്സ് ആകുമ്പോഴത്തേക്കും ഫണ്ടസ് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ബിലോ ദ 38 വീക്സ് ലെവൽ. അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഡ്രോപ്പ് ചെയ്യും 40 വീക്സ് ആകുമ്പോൾ. ഓക്കെ, 36-38 വീക്സ് ആകുമ്പോൾ സിഫീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഇതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ തവണയും ചോദിച്ചിട്ടുള്ളത് ഈ യൂട്രസ് അറ്റ് ദ 24 വീക്സിൽ ഏത് ലെവലാണെന്നോ അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോണ്ടേനിയസ് അബോർഷൻ ഇൻ 3 or more successive pregnancies is known as inevitable, missed abortion, habitual abortion and threatened abortion. എന്തായിരിക്കും ആൻസർ? സ്പോണ്ടേനിയസ് അബോർഷൻ ഇൻ 3 or more successive pregnancies. അടുത്തടുത്തുള്ള അബോർഷനെ നമ്മൾ ഹാബിച്വൽ അബോർഷൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ആബ്സെൻസ് ഓഫ് സ്പെർമറ്റോസോവ ഇൻ ദ സെമൻ. ഒളിഗോസ്പെർമിക്, സ്പെർമറ്റോസീൽ, സ്പെർമറ്റോസോൺ, അസൂസ്പേമിയ. ഏതായിരിക്കും ആൻസർ? അസൂസ്പേമിയ ആണ് ആൻസർ. സ്പെർമറ്റോസോവ ആബ്സെന്റ് ആണ് സെമനിൽ. അപ്പോൾ എന്തായിരിക്കും? ഒളിഗോസ്പേമിയ. ലോ സ്പേം കൗണ്ട് ആണ്. ഓക്കെ, അതിനാണ് ഒളിഗോസ്പേമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കോസറ്റീവ് ഓർഗാനിസം ഓഫ് സിഫിലിസ്. അതിന് ആൻസർ എല്ലാവർക്കും അറിയാം. എന്താണ്? ട്രിപ്പോണിമ പാലിഡ. അതാണ് കോസറ്റീവ് ഓർഗാനിസമും സിഫിലിസ് എന്ന് പറയുന്നത്. എന്താണ് സിഫിലിസ്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. മെയിൻലി കോസ്ഡ് ബൈ സെക്ഷൽ കോണ്ടാക്ട്. സാധാരണ നമുക്കൊരു പെയിൻലെസ് സോറ് നമ്മുടെ ജെനിറ്റാലിയ, റക്ടം, മൗത്ത് അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സിഫിലിസിലാണ് ഉണ്ടാകാറുള്ളത്. നെക്സ്റ്റ് വൺ, വജൈനൽ ഡിസ്ചാർജ് ഓഫ് ഇമ്മീഡിയറ്റ് പ്യൂപ്പേറിയ. ലോക്കിയ ആൽബ, സിറോസ, റൂബ്ര, ലൂക്കോറിയ. ഓക്കെ, എന്താണ് റൂബ്ര? ഇവിടെ ആൻസർ ഏതായിരിക്കും? ഇമ്മീഡിയറ്റ് പ്യൂപ്പേറിയത്തിൽ വരുന്നത് റൂബ്രയാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ സി, ലോക്കിയ റൂബ്രയാണ് ആൻസർ വരുന്നത്. അതായത് റൂബ്ര എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഡിസ്ചാർജ് ആണ്, കമ്പോസ്ഡ് ഓഫ് ബ്ലഡ് ഉണ്ടാകും, ഫീറ്റൽ മെംബ്രെയിൻ, വെർണിക്സ് കേസിയോസ, ലാനുക, ഇതൊക്കെയുള്ള ബ്ലഡ് ആണ് വരുന്ന ആ ഒരു വജൈനൽ ഡിസ്ചാർജ് ആണ് ലോക്കിയ റൂബ്ര എന്ന് പറയുന്നത്. ആദ്യത്തെ 1 to 4 days. പിന്നെ വരുന്നതാണ് ലോക്കിയ സിറോസ. ഓക്കെ, അത് കുറച്ചും കൂടെ തിന്നായിരിക്കും. പിന്നെ പിങ്ക് കളർ ആയിരിക്കും. ഓക്കെ, അത് ഏകദേശം ഒരു 10th day വരെ. പിന്നെ വരുന്നതാണ് ലോക്കിയ ആൽബ. ഓക്കെ, ദെൻ പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തഡ് ഇൻ മെയിൽസ്. PPS, IUCD,
LNG and NSV. എന്തായിരിക്കും NSV ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. NSV എന്താണ്? നോൺ സ്കാൽപ്പൽ വാസക്ടമി എന്നാണ് പറയുക. നമുക്ക് വാസക്ടമി 2 ടൈപ്പ് ഉണ്ട് എന്നറിയാമായിരിക്കുമല്ലോ. കൺവെൻഷണൽ വാസക്ടമിയും നോൺ സ്കാൽപ്പൽ വാസക്ടമി, രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ബിലിറുബിൻ ടോക്സിസിറ്റി ഇൻ ന്യൂബോൺ ഈസ് നോൺ ആസ് കെറട്ടോസിസ്, കെർണിക്സൈൻ, കെർണിക്ടറസ്, ക്ലീറോസിസ്. നമ്മുടെ ന്യൂനേറ്റൽ ജോണ്ടിസ് ഏരിയയിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്ന് മാത്രമാണ് ഈ കെർണിക്ടറസ്. അതിന്റെ ആൻസർ ഏതാണ്? കെർണിക്ടറസ് ആണ്. കെർണിക്ടറസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? ക്വസ്റ്റ്യൻസ് പത്തോളജിക്കൽ ജോണ്ടിസ്, ഫിസിയോളജിക്കൽ ജോണ്ടിസ്, ബിലിറുബിൻ ലെവൽ, പിന്നെന്താണ് ഫോട്ടോ തെറാപ്പി ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ്, ദെൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ അത്, ദെൻ കെർണിക്ടറസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് സാധാരണ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ്. സെലക്റ്റീവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. ഓക്കെ, അപ്പോൾ ആൻസർ കെർണിക്ടറസ് ആണ്. അതായത് അവിടെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ലെവൽ കൂടുന്നത് കാരണം ബ്രെയിനിന് ഉണ്ടാകുന്ന ഒരു ഇറിവേഴ്സിബിൾ കണ്ടീഷനാണ് എന്ത്? കെർണിക്ടറസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിൻ എന്താകുന്നു? യെല്ലോയിഷ് കളറായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not an indication of cesarean section? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? cephalopelik disproportion, progressive fetal descent, breech presentation, prolapsed cord. ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം, പ്രോഗ്രസീവ് ഫീറ്റൽ ഡിസെന്റ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഫൈൻ ഹെയർ ദാറ്റ് കവേഴ്സ് ദ ബോഡി ഓഫ് ദ ഫീറ്റസ് ആൻഡ് ന്യൂബോൺ. എന്തായിരിക്കും? നമ്മുടെ എന്താണ് ന്യൂബോൺ പീരീഡിൽ ഉണ്ടാകുന്ന കുറെ സാധാരണ കാണുന്ന കുറെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഒന്നല്ല, കുറച്ച് എന്താണ് കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. മിലിയ, ലാനുഗോ, മംഗോളിയൻ സ്പോട്ട്, ഹാർലിക്വിൻ കളർ ചേഞ്ച്, എപ്സ്റ്റീൻ പേള്, അർട്ടിക്കേറിയ ന്യൂനേറ്റർ. എപ്പോഴും ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ആ പറയുന്ന എല്ലാ ടൈപ്പിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് തന്നെ പോലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 10-12 ടൈപ്സ് പ്രോബ്ലംസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? ഫൈൻ ഹെയർ ദാറ്റ് കവർ ദ ബോഡി ഓഫ് ദ ഫീറ്റസ് ആൻഡ് ന്യൂബോൺ. ആൻസർ ഓപ്ഷൻ സി, ലാനുഗോയാണ് ആൻസർ. LANUGO എന്നാണ്. ഇവിടെ സ്പെല്ലിംഗ് ഒരു കറക്ഷൻ ഉണ്ട്, ഇ അല്ല എൽ ആണ്. ഓക്കെ, then magnesium sulfate is the drug of choice for an antenatal mother with preeclampsia, eclampsia, hyperemesis, gestational diabetes. Gestational hypertension വരുന്നതാണ് എക്ലാംസിയ, പ്രിയക്ലാംസിയ എല്ലാം. അപ്പൊ ഇവിടെ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നത് എക്ലാംസിയക്കകത്താണ്. നമ്മുടെ കോംപ്ലിക്കേഷൻ ഓഫ് പ്രിയക്ലാംസിയ ആണ് എക്ലാംസിയ. സീഷനും കൂടി വരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്ലാംസിയക്കകത്ത് സീഷർ ഉണ്ടാകും, പിന്നെന്താണ് ഡിക്രീസ്ഡ് അലേർട്ട്നെസ് ഉണ്ടാകും, കൺവേർഷൻ അതായത് വയലന്റ് ഷേക്കിംഗ്. നിങ്ങൾക്കറിയാം സീഷർ, എപ്പിലെപ്സി, കൺവേർഷൻ ഇത് തമ്മിൽ കുറെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, then exclusive breastfeeding means feeding only breast milk up to 1 month, up to 3 months, up to 6 months, up to 1 year. ഏതാണ് ആൻസർ? അപ് ടു 6 months. നമുക്കറിയാം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്നത് അപ് ടു 6 months ആണ്. ബ്രസ്റ്റ് ഫീഡിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്തൊക്കെ? എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, പിന്നെ വീനിങ്, ദെൻ വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് BFHI വന്ന വർഷം, പിന്നെ വരുന്നത് ബ്രസ്റ്റ് ഫീഡിങ്, ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, ഏതൊക്കെ വൈറ്റമിൻ, ദെൻ എങ്ങനെ എത്ര സമയം വരെ സ്റ്റോർ ചെയ്യാം, ഇങ്ങനെ റിലേറ്റ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ ഷോർട്ടനിങ് ആൻഡ് തിന്നിങ് ഓഫ് ദ സെർവിക്സ് ഡ്യൂറിങ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. എൻഗേജ്മെന്റ്, എഫൈസ്മെന്റ്, എൻഡോമെട്രിയോസിസ്, എൻഗോർജ്മെന്റ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി, എഫൈസ്മെന്റ് ആണ്. ഇവിടെ എൻഗേജ്മെന്റ്, എൻഗോർജ്മെന്റ്. എൻഗോർജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ ഓവർഫിൽ വിത്ത് മിൽക്ക്,
അതാണ് എൻഗോർജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫീറ്റസിന്റെ ലോവർ പാർട്ട് എന്ത് ചെയ്യുന്നു, മദറിന്റെ പെൽവിസിൽ വന്ന് ഡിസെൻഡ് ചെയ്ത് മദറിന്റെ പെൽവിസിൽ വന്ന് നിൽക്കുന്ന ആ ഒരു എന്താണ് വന്ന് ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. എൻഡോമെട്രിയോസിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഓഫ് യൂട്രസ് അതർ ദാൻ എൻഡോമെട്രിയല്ലാതെ ഉണ്ടാകുന്ന പ്രോബ്ലമാണ്. അടുത്ത, മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസന്റ ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ അബ്രപ്ഷ്യോ പ്ലാസന്റ, പ്ലാസന്റ പ്രീവിയ, റീറ്റൈൻഡ് പ്ലാസന്റ, ബൈപറേറ്റ് പ്ലാസന്റ. ഇതിൽ ആൻസർ റീറ്റൈൻഡ് പ്ലാസന്റ. പ്ലാസന്റയുടെ ഏതെങ്കിലും പ്രോഡക്റ്റ് അകത്ത് എന്താണ് യൂട്രസിനകത്ത് ആയിപ്പോയാൽ നമുക്ക് മാനുവലി റിമൂവ് ചെയ്യുക. മറ്റുള്ളതെല്ലാം അബ്രപ്ഷ്യോ പ്ലാസന്റ എന്ന് പറയുമ്പോൾ എന്താണ് പ്ലാസന്റ അബ്നോർമലായിട്ട് എന്ത് ചെയ്യുന്നു, ഡിറ്റാച്ച് ചെയ്ത് യൂട്രസ് നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ബ്ലീഡിങ് ആന്റിപാർട്ടം ഹെമറേജിനകത്ത് വരുന്നു. പ്ലാസന്റ പ്രീവിയ എന്ന് പറയുമ്പോൾ ലോ ലൈയിങ് പ്ലാസന്റ. ബൈപറേറ്റ് പ്ലാസന്റ എന്ന് പറഞ്ഞാൽ പ്ലാസന്റ 2 ലോബുള്ള പ്ലാസന്റയാണ് ബൈപറേറ്റ് പ്ലാസന്റ എന്ന് പറയുന്നത്. അടുത്തത് പ്രൊസിഡൻഷ്യ. പ്രൊസിഡൻഷ്യ, പ്രൊലാപ്സ് ഓഫ് യൂട്രസ്, ഇൻവേർഷൻ ഓഫ് യൂട്രസ്, യൂട്ടറിൻ ഇനേർഷ്യ ആൻഡ് റപ്ചർ ഓഫ് യൂട്രസ്. പ്രൊസിഡൻഷ്യ എന്ന് പറയുന്നത് യൂട്ടറിൻ പ്രൊലാപ്സിന്റെ 4th ഡിഗ്രിയാണ് നമ്മൾ പ്രൊസിഡൻഷ്യ എന്ന് പറയുന്നത്. Which among the following is not a mode of transmission of HIV? Transplacental, sexual contact, kissing, breast milk. HIV ട്രാൻസ്മിറ്റ് ചെയ്യാത്ത മെത്തേഡ്. ട്രാൻസ്പ്ലാസന്റൽ ആയാലും സെക്ഷൽ കോണ്ടാക്ട്, ബ്രസ്റ്റ് മിൽക്ക്, ഇതെല്ലാം തന്നെ HIV ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ആൻസർ കിസ്സിംഗ് ആണ്. The pelvic measurement from lower border of symphysis pubis to sacral promontory is 12 to 13 എന്നാണ്. 12 to 13 centimeter. Which measurement is this? True conjugate, diagonal conjugate, obstetric conjugate, intertuberous diameter. Answer 12 to 13. അതായത് നമ്മുടെ മെഷർമെന്റ് ഫ്രം ലോവർ ബോർഡർ ഓഫ് സിംഫസിസ് പ്യൂബിസ് ടു സേക്രൽ പ്രൊമോണ്ടറി ആണ്. അതെന്ന് പറയുന്നത് എത്രയാണ്, ഏതാണ്, ഡയഗണൽ കോൺജുഗേറ്റ് ആണ്. സാധാരണ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 12.5, അതായത് 12 to 13 രണ്ടിനും ഇടയ്ക്ക് വരും. 12.5 ആണ് ഏകദേശം വരാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംബ്ലിക്കൽ കോഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ മെംബ്രെയിൻസ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ എഡ്ജ് ഓഫ് പ്ലാസന്റ ഈസ് നോൺ ആസ് Velamentous insertion, Battledore insertion, tripartite placenta, Punic shuffle. Umbilical cord is inserted into the membrane same distance from the edge of the placenta. മെംബ്രെയിനിലായിരിക്കും ഇൻസേർട്ട് ചെയ്യുന്നത്. കുറച്ച് പ്ലാസന്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വന്നിട്ട് മെംബ്രെയിനിൽ ഇൻസേർട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ പതുക്കെ അകത്തോട്ട് പോവുക. ആൻസർ വരുന്നത് വെലമെന്റസ് ഇൻസേർഷൻ ആണ്. അബ്നോർമാലിറ്റീസ് ഓഫ് അംബ്ലിക്കൽ കോഡിനകത്ത് വരുന്നതാണ് വെലമെന്റസ് ഇൻസേർഷൻ. ബാറ്റിൽഡോർഡ് ഇൻസേർഷൻ എഡ്ജിൽ വന്ന് ജോയിൻ ചെയ്യുന്നതിനെയാണ്. ട്രൈപ്പറൈറ്റ് പ്ലാസന്റൽ അബ്നോർമാലിറ്റിക്ക് അകത്ത് വരുന്നതാണ് എന്താണ് 3 ലോബുള്ള പ്ലാസന്റ. Then rating system to assess suitability of cervix for induction of labor. ലേബർ ഇൻഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റേറ്റിംഗ് സിസ്റ്റം സാധാരണ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ബിഷപ്പ് സ്കോർ ആണ് അല്ലെ. ഓപ്ഷൻ സി ബിഷപ്പ് സ്കോർ ആണ് ആൻസർ വരുന്നത്. അബ്ഗാർ സ്കോർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ന്യൂബോൺ വെൽബീയിങ് അസസ്മെന്റ് ആണ് അബ്ഗാർ സ്കോർ. ബ്രൈഡൻ സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബെഡ്സോർ അസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്കെയിലാണ്. ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, മെനോറാജിയ, മെനോപോസ്, മെനാർക്കി, മെറ്റോറാജിയ. എല്ലാവർക്കും അറിയാം ഓൺസെറ്റ് എന്ന് പറയുമ്പോൾ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ മെനാർക്കി, മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആകുന്നതിനെ നമ്മൾ എന്ത് പറയും, മെനോപോസ് എന്നും പറയുന്നു. ക്ലാസിക് ഫീമെയിൽ പെൽവിസ് ഏതാണ്? ക്ലാസിക് ഫീമെയിൽ പെൽവിസ് എന്നറിയപ്പെടുന്നത് ആന്ത്രോപോയിഡ്, ഗൈനക്കോയിഡ്, ആൻഡ്രോയിഡ്, പ്ലാറ്റിപ്പെല്ലോയിഡ്. ആൻസർ
ഗൈനക്കോയിഡ് പെൽവിസ് ആണ് ക്ലാസിക് ഫീമെയിൽ പെൽവിസ്. ആന്ത്രപ്പോയിഡ് എന്ന് പറയുമ്പോൾ എന്ത് ഷേപ്പാണ്? ഓവൽ ഷേപ്ഡ് പെൽവിസ് ആണ് ആന്ത്രപ്പോയിഡ്. പ്ലാറ്റിപ്പെല്ലോയിഡ് വെച്ചാൽ കിഡ്നി ഷേപ്ഡ് ആണ്. ആൻഡ്രോയിഡ് ആണ് മെയിൽ പെൽവിസ്. ഓക്കെ. ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഫീറ്റൽ സ്കൾ: മെന്റോവെർട്ടിക്കൽ, ഓസിപിറ്റോ ഫ്രോണ്ടൽ, സബ് ഓസിപിറ്റോ ബ്രെഗ്മാറ്റിക്, സബ് ഓസിപിറ്റോ ഫ്രോണ്ടൽ. ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഫീറ്റൽ സ്കൾ എന്ന് പറയുന്നത് മെന്റോവെർട്ടിക്കൽ ആണ്. എത്രയാണ്? 13.5 ആണ്. ഓക്കെ. Then from 2 weeks to 8 weeks, the fertilized ovum is known as embryo, zygote, morula, fetus. Answer: embryo. 8 weeks കഴിയുമ്പോൾ fetus എന്നാണ് അറിയപ്പെടുക. Mask of pregnancy otherwise known as colasma, linea nigra, pica, bandle string. മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്താണ്? കൊളാസ്മ ഗ്രാവിഡേറോ ആണ് മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്നറിയപ്പെടുന്നത്. നമ്മുടെ മുഖത്തൊരു ഒരു ഷെയ്ഡ് ഉണ്ടാകുന്നു. ദെൻ ലീനിയ നൈഗ്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഡാർക്ക് ലൈൻ ആണ്. ദാറ്റ്സ് എക്സ്റ്റെൻഡിങ് ഫ്രം പ്യൂബിസ് ടു സിഫിസ്റ്റേണം. അത് വരെ വരാമെങ്കിൽ എക്സ്റ്റെൻഡ് ടു ദ ബ്രസ്റ്റ് ലെവൽ, ആ താഴെ വരെ എത്തുന്നതിനെയാണ് എന്ത് പറയുക? ലീനിയ നൈഗ്ര. അപ്പൊ ബാൻഡിൽ സ്ട്രിങ് എന്താണ്? ബാൻഡിൽ റിങ്സിനെ അതർവൈസ് നോൺ ആസ് പത്തോളജിക്കൽ റിട്രാക്ഷൻ റിംഗ് എന്ന് പറയുന്നു. ഓക്കെ. അതായത് ഇത് കാണുന്നത് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 സെഗ്മെന്റ്സ് ഓഫ് ദ യൂട്രസ്. ഓക്കെ. സാധാരണ അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഒബ്സ്ട്രക്റ്റഡ് ലേബറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വയലറ്റ് ബ്ലൂ ഡിസ്കളറേഷൻ ഓഫ് ദ വജൈനൽ മ്യൂക്കസ് മെംബ്രെയിൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി. ഈ 4 ഓപ്ഷനിൽ 4 ഓപ്ഷനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആൻസർ എന്തായിരിക്കും? വയലറ്റ് ബ്ലൂ ഡിസ്കളറേഷൻ ഓഫ് ദ വജൈനൽ മ്യൂക്കസ് മെംബ്രെയിൻ. ജാക്യുമേ സൈൻ ആണ് ആൻസർ വരുന്നത്. ഹെഗാ സൈൻ എന്ന് പറയുമ്പോൾ സോഫ്റ്റനിങ് ഓഫ് ദ യൂട്രസ് ആണ് ഹെഗാ സൈൻ. ഓസിയാൻഡർ സൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് പൾസേഷൻ ആണ്. ദെൻ നമ്മുടെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സെർവിക്സ് ആൻഡ് വജൈന ആണ് ചാഡ്വിക് സൈൻ. സോഫ്റ്റനിങ് ഓഫ് ദ സെർവിക്സിന് പറയുന്ന പേരാണ് ഗുഡൽ സൈൻ. ഓക്കെ. നെക്സ്റ്റ് വൺ: കണക്ടിംഗ് ലിങ്ക് ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് പ്ലാസന്റ. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ പോലും വായിക്കണ്ട, നമുക്ക് അതിന്റെ ആൻസർ അറിയാം. ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം എന്താണ് ആൻസർ. അംബ്ലിക്കൽ കോഡ്. ഫീറ്റസിനെയും പ്ലാസന്റെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് അംബ്ലിക്കൽ കോഡ്. The key to effective communication: planning, listening, talking, problem solving. Okay, answer എന്താണ്? Listening. Census taken in India at the interval 20 year, 2 year, 5 year, 10 year. എന്താണ് ആൻസർ? സെൻസസ് എടുക്കുന്നത് 10 ഇയർ ഇന്റർവെല്ലാണ്. ലാസ്റ്റ് സെൻസസ് എടുത്തത് എന്നാണ്? 2011ലാണ്. നെക്സ്റ്റ് വൺ നമ്മുടെ 2021 ഈ വർഷം വരും നെക്സ്റ്റ് സെൻസസ്. ദ ബാക്ക് ബോൺ ഓഫ് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹോം വിസിറ്റിംഗ്. ദെൻ ഈച്ച് സബ് സെന്റർ caters a population 5,000, 3,000, 2,000, 10,000. നേരത്തെ പറഞ്ഞു സബ് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 5,000 ആണ് എന്ത് പ്ലെയിൻ ഏരിയയിലും 3,000 ആണ് എന്ത് വരുന്നത് ഹില്ലി ഏരിയയിലും കവർ ചെയ്യുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. Then vitamin A deficiency causes option A rickets, option B pellagra, option C night blindness, option D scurvy. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. വൈറ്റമിൻ ഡി ആണ് റിക്കറ്റ്സ്, പെല്ലഗ്ര നിയാസിൻ, സ്കർവി വൈറ്റമിൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ. ഏത് വർഷം വരുന്നു? നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 1987ലാണ്.
1992 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഓക്കെ, സോ ഇതുവരെ നമ്മുടെ ESIയിലെ JPHN ESI ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ സോഡിയാക്കിൽ നിന്നും JPHന്റെ DME ബാച്ചിനുള്ള കോഴ്സ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കഴിഞ്ഞ JPHN എക്സാമിനിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് തന്നെ സ്റ്റുഡൻസിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വളരെ നല്ലതാണ്. കാരണം ഞങ്ങൾ കൊടുത്ത ക്വസ്റ്റ്യൻസിൽ നിന്നും അവർക്ക് ഒത്തിരി ഒരു 90% കൂടുതൽ ക്വസ്റ്റ്യനും അവർക്ക് കിട്ടുകയുണ്ടായി. നല്ലൊരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.